നാരദനെ പോലൊരു ഋഷിയാവണം എനിക്കെന്ന ആഗ്രഹത്തോടെ ഗന്ധമാദന പർവ്വതത്തിൽ പോയി തപസ് ചെയ്ത ആളാണ്. ശ്രീമദ് ഭാഗവതം പഞ്ചമസ്കന്ധത്തിലൂടെ സ്ഥാനം എന്ന പുരാണ ലക്ഷണത്തെ വർണ്ണിക്കുക. ഭാഗവതത്തിൻ്റെ 10 പുരാണ ലക്ഷണങ്ങളിൽ മൂന്നാമത്തെ ലക്ഷണമാണ് സ്ഥാനം അഥവാ സ്ഥിതി. ഈ പ്രപഞ്ചത്തിൻ്റെ വർണ്ണനയാണ് പഞ്ചമസ്കന്ധത്തിലെ പ്രധാനം. ഭൂമിയെക്കുറിച്ച് പറയും, ഭൂമിയിൽ നിന്ന് മുകളിലേക്കുള്ള ലോകങ്ങളെക്കുറിച്ച് പറയും, ഭൂമിയിൽ നിന്ന് താഴേക്കുള്ളതായ ലോകങ്ങളുടെ വർണ്ണന നടത്തും. ഒരു പ്രപഞ്ചവർണ്ണന, അതാണ് ഭാഗവതം പഞ്ചമസ്കന്ധത്തിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നത്. എന്നാൽ ഇന്ന് ഭാഗവതം അതിലേക്കൊന്നും കടന്നിട്ടില്ല. സ്വയംഭുവൻ എന്നു പേരായൊരു മനുവിൻ്റെ വംശം, അതിലാദ്യ പുത്രൻ പ്രിയവ്രതൻ്റെ കഥ ഇന്നും നാളെ രാവിലെ 8:30 വരെയും നമ്മൾ കേൾക്കുന്നത് പ്രിയവ്രത വംശത്തെ ഭാഗവതം പറയുന്നതാണ്. നമ്മളൊന്ന് ചിന്തിക്കേണ്ടത്, സ്വയംഭുവൻ എന്നു പേരായ ബ്രഹ്മപുത്രൻ്റെ വംശപരമ്പരയെക്കുറിച്ച് പറയാൻ ഭാഗവതം 1.5 ദിവസം എടുക്കുകയാണ്. ഒരു വംശത്തിൻ്റെ കഥ പറയാൻ ഇത്രയൊക്കെ സമയം വേണ്ടി വരുമോ? അപ്പം നമ്മളൊക്കെ വന്ന് ജനിച്ച വംശത്തിൻ്റെ കഥ പറയാൻ എത്ര സമയമാണ് നമുക്ക് വേണ്ടി വരിക? നമ്മുടെ കുടുംബത്തിൻ്റെ വംശത്തിൻ്റെ വർണ്ണന ഒന്ന് നടത്തൂ എന്ന് പറഞ്ഞാൽ അച്ഛനെക്കുറിച്ചും അമ്മയെക്കുറിച്ചും നന്നായി പറയാൻ നമുക്കറിയാം. മുത്തശ്ശനെക്കുറിച്ചും മുത്തശ്ശിയെക്കുറിച്ചും കുറച്ചൊക്കെ പറയാൻ നമുക്ക് കഴിഞ്ഞേക്കും, ഉറപ്പില്ല. മുതുമുത്തശ്ശൻ മുതുമുത്തശ്ശി എത്ര ആളുകൾക്ക് പറയാൻ പറ്റും? അങ്ങനെ ഒരാൾ ഉണ്ടായിരുന്നു എന്നത് ഉറപ്പ് അല്ലേ? 2 തലമുറകൾക്കിപ്പുറം അവര് വിസ്മൃതിയിലായി. നാളെ നമുക്കും വന്നു ചേരുന്നത് ഇതാണല്ലേ. ചിലപ്പോൾ 2 തലമുറയൊന്നും കഴിയേണ്ടി വരില്ല. 1 തലമുറയൊക്കെ കഴിയുമ്പോൾ തന്നെ ഇങ്ങനൊരാൾ ഈ നാട്ടിൽ ജീവിച്ചിരുന്നു എന്ന് ലോകം മറക്കും. അതുണ്ടാവാതിരിക്കണമെങ്കിലോ യശസ്സിന് പറ്റിയ കർമ്മങ്ങൾ ചെയ്യണം. ലോകം ഓർത്തിരിക്കുന്നത് അങ്ങനെയുള്ള ആളുകളെയാണ്. ഈ ലോകത്തിന് വേണ്ടി ത്യാഗം സഹിച്ചവര്, യശസ്സിന് വേണ്ടി കർമ്മം ചെയ്തിട്ടുള്ള ആളുകൾ, അവരെ ലോകം എന്നും സ്മരിക്കും. പ്രിയവ്രതന്റെ വംശം പഞ്ചമസ്കന്ധം പറയാൻ തുടങ്ങി. കുട്ടിക്കാലത്ത് ശ്രീനാരദ മഹർഷിയിൽ നിന്ന് മന്ത്രോപദേശം സ്വീകരിച്ചുകൊണ്ട് ശ്രീനാരദ മഹർഷിയിൽ നിന്ന് മന്ത്രോപദേശം നേടിയെടുത്തുകൊണ്ട് നാരദനെ പോലൊരു ഋഷിയാവണം എനിക്കെന്ന ആഗ്രഹത്തോടെ ഗന്ധമാദന പർവ്വതത്തിൽ പോയി തപസ് ചെയ്ത ആളാണ്. നന്നേ കുഞ്ഞായിട്ടിരിക്കുമ്പോൾ പ്രിയവ്രതൻ്റെ മനസ്സിലെ ആഗ്രഹം എനിക്ക് രാജ്യം ഭരിക്കണമെന്നല്ല, എനിക്ക് നാരദനെ പോലൊരു മഹർഷിയാവണം. നാരദ മഹർഷിയിൽ നിന്ന് തന്നെ മന്ത്രോപദേശം വാങ്ങി ഗന്ധമാദന പർവ്വതത്തിൽ പോയി തപസ്. വളരെ കാലം തപസ് ചെയ്തു. ഭഗവാന്റെ അനുഗ്രഹവും കിട്ടി പ്രിയവ്രതന്. പക്ഷേ തപസ് മതിയാക്കാൻ പ്രിയവ്രതൻ തയ്യാറാവുന്നില്ല. ഒരിക്കലും ബ്രഹ്മദേവൻ നേരിട്ട് ഗന്ധമാദന പർവ്വതത്തിലേക്ക് ചെന്നു. എന്നിട്ട് പറഞ്ഞു, കുഞ്ഞെ പ്രിയവ്രത, നീ വളരെ കാലമായില്ലേ തപസ് ചെയ്യുന്നു, ഇപ്പോൾ രാജ്യം ഭരിക്കാൻ നല്ല രാജാക്കന്മാരില്ല നമ്മുടെ വംശത്തിൽ.
അതുകൊണ്ട് നീ തപസ് മതിയാക്കി രാജ്യഭരണത്തിന് വരണം. മുത്തച്ഛനാണ് ബ്രഹ്മാവ്. ബ്രഹ്മാവ് ഒരു പ്രലോഭനം കൂടി പറഞ്ഞതാ. കുഞ്ഞെ, നിന്റെ മനസ്സ് ഈശ്വരനിൽ ഉറച്ചില്ലേ നന്നായിട്ട്? ഇനിയിപ്പോ വനത്തിൽ തന്നെ ഇരുന്ന് ഈശ്വരനെ ഭജിക്കണം എന്ന് നിർബന്ധമുണ്ടോ? നാട്ടിൽ വന്ന് രാജ്യം ഭരിച്ചുകൊണ്ട് ഈശ്വരനെ ഉപാസിച്ചാലും പോരെ? കേട്ടപ്പോൾ പ്രിയവ്രതനും തോന്നി, ശരിയാണല്ലോ, ഇനി കുറച്ചു കാലം രാജ്യഭരണം നടക്കാം. നേരെ രാജ്യത്തേക്ക് തിരിച്ചു വന്നു. നമുക്കറിയാം, ദീർഘകാലം നമ്മൾ ഒരു രംഗത്ത് പ്രവർത്തിച്ചുകൊണ്ടേയിരുന്നാൽ ആ മേഖലയിൽ നമ്മൾ വിജയിക്കും. പെട്ടെന്ന് പ്രവർത്തന മേഖലയൊന്ന് മാറ്റിയാലോ, പുതിയൊരു മേഖലയിലേക്ക് നമ്മളെ മാറ്റിയാലോ, അവിടെ വിജയിക്കാൻ വളരെ കുറച്ച് ആളുകൾക്കേ പറ്റൂ. പ്രിയവ്രതനെ നോക്കൂ, തപസ്സിൻ്റെ കാര്യത്തിൽ വളരെ യോഗ്യനാണ്, മഹത്വമുള്ള ആളാണ്. ആ ആള് രാജ്യഭരണം ഏറ്റെടുത്തപ്പോഴും യോഗ്യനാണ്. പ്രിയവ്രതൻ ഭരണം ഏറ്റെടുത്തപ്പോൾ ആദ്യം തീരുമാനിച്ചത് എന്താണെന്നോ, ഞാൻ രാജ്യം ഭരിക്കുമ്പോൾ ഈ ഭൂമിയിൽ ഇരുട്ട് വേണ്ട, എപ്പോഴും പകല്, എപ്പോഴും വെളിച്ചം. ഈ പകലെന്നും രാത്രിയെന്നും ഉള്ള വ്യത്യാസം എന്തിനാ ഭൂമിയിൽ? പ്രിയവ്രതൻ തപശക്തി കൊണ്ടൊരു രഥം, സൂര്യനെ പോലെ ജ്വലിക്കുന്ന രഥം നിർമ്മിച്ചു. എന്നിട്ട് ആ രഥവുമായിട്ട് ഇരുട്ടുള്ള സ്ഥലങ്ങളിൽ, ഇരുട്ടുള്ള സമയങ്ങളിൽ പ്രിയവ്രതൻ സഞ്ചരിക്കും. ഈ രഥത്തിൻ്റെ പ്രകാശം കൊണ്ട് പകലേതാണ് രാത്രി ഏതാണെന്ന് തിരിച്ചറിയാതെ ജനങ്ങൾ തളർന്നു. അല്ലെ, പകല് മാത്രമായാൽ രാത്രി ഇല്ലെങ്കിൽ വല്ല സുഖവും ഉണ്ടോ? ചിന്തിച്ചിട്ടുണ്ടോ സജ്ജനങ്ങൾ? ഇപ്പൊ പുതിയൊരു സർക്കാർ കേരളത്തിൽ വരും. മെയ് 4 കഴിയുമ്പോൾ നമുക്കറിയാം. അപ്പോൾ ഒരു തീരുമാനമെടുത്തു പുതിയ മുഖ്യമന്ത്രി, ഇനി കേരളത്തിൽ ഇരുട്ട് വേണ്ട, രാത്രിയില്ല, എപ്പോഴും പകല് പ്രകാശം. അങ്ങനെ ഒരവസ്ഥ വന്നാൽ അത് സുഖമായിരിക്കുമോ ദുഃഖമായിരിക്കുമോ? രാത്രിയില്ല, പകല് മാത്രം, ദുഃഖമാണോ? പ്രിയവ്രതന്റെ രാജ്യത്തെ ജനങ്ങൾക്ക് ദുഃഖമാണെന്നവർ പറഞ്ഞു. ഈ രാത്രി ഉള്ളതാണ് ഒന്നോർത്താൽ നമുക്കൊക്കെ ഒരു വലിയ ആശ്വാസം, പ്രത്യേകിച്ചും അമ്മമാർക്കൊക്കെ. ഈ രാവിലെ മുതൽ ഓടി നടന്ന് കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് തളർന്ന് പോയി കിടക്കും. അല്ലേ, നന്നായിട്ടൊന്ന് ഉറങ്ങി എഴുന്നേൽക്കുമ്പോഴോ ക്ഷീണമൊക്കെ മാറി ഇന്നലത്തേക്കാൾ ഊർജമായിട്ട് ഇന്ന് പ്രവർത്തിക്കാൻ പറ്റും. പ്രിയവ്രതന്റെ രാജ്യത്തെ ജനങ്ങൾ ഈ പരിഷ്കാരം പിൻവലിക്കണം എന്ന് പറഞ്ഞതും രഥത്തെ പിൻവലിച്ചു. പക്ഷേ രഥചക്രങ്ങൾ ഭൂമിയിൽ പതിച്ച് ഭൂമി സപ്തദ്വീപങ്ങളായിട്ടപ്പോഴേക്കും മാറിക്കഴിഞ്ഞു. ഈ ഭൂമിയെ 7 ദ്വീപങ്ങളായിട്ട് മാറ്റിയത് പ്രിയവ്രതന്റെ ഭരണകാലത്താണ്. പ്രിയവ്രതന്റെ രഥം സഞ്ചരിച്ചാണ്. രഥചക്രങ്ങൾ ഭൂമിയിൽ പതിച്ചതുകൊണ്ടാണ് 7 ദ്വീപങ്ങളുണ്ടായത് എന്ന് പറഞ്ഞു. ആ ദ്വീപങ്ങളുടെ പേരും പറഞ്ഞു: ജംബൂദ്വീപം, പ്ലക്ഷദ്വീപം, കുശദ്വീപം, ക്രൗഞ്ചദ്വീപം, ശാകദ്വീപം, പുഷ്കരദ്വീപം, ശാൽമലി ദ്വീപം. ഇനി പ്രിയവ്രതൻ നല്ല കുടുംബജീവിതം നയിച്ചു. വിശ്വകർമാവിൻ്റെ മകള് ബർഹിഷ്മതി എന്നൊരു രാജകുമാരിയെ വിവാഹം ചെയ്തു. അതിൽ കുറേ സന്താനങ്ങൾ: ആഗ്നീന്ദ്രൻ, യുഗ്മജിഹ്വൻ, യജ്ഞബാഹു, ഘൃതപൃഷ്ടൻ, സവനൻ, മേധാതിഥി, ദീതിഹോത്രൻ, കവി. മക്കൾക്കൊക്കെ പ്രിയവ്രതൻ സർവ ഏവ അഗ്നിനാമാന, അഗ്നിയുടെ പര്യായമായിട്ടുള്ള പേരുകളാണ് മക്കൾക്ക് കൊടുത്തത് മുഴുവൻ. ഇനി മറ്റൊരു ഭാര്യയിൽ 3 സന്താനങ്ങളും ഉണ്ടായി. ഉത്തമൻ, രൈവതൻ, താമസൻ എന്ന 3 മക്കളും.
കുറേയധികം കാലം പ്രിയവ്രതൻ രാജ്യം പരിപാലിച്ചു. ഒരിക്കൽ പ്രിയവ്രതൻ ഒരു തോന്നല്, മുത്തച്ഛനാൽ ഞാൻ വഞ്ചിക്കപ്പെട്ടല്ലോ. ബ്രഹ്മാവ് എന്നോട് പറഞ്ഞത് രാജ്യം ഭരിച്ചുകൊണ്ട് നിനക്ക് ഈശ്വരനെ ഭജിക്കാം. കാട്ടിലെങ്ങനെ ഭഗവാനെ ഉപാസിച്ചോ അതുപോലെ നാട്ടിലും പറ്റും എന്നാ ബ്രഹ്മാവ് പറഞ്ഞത്. പക്ഷേ രാജ്യഭരണം ഏറ്റെടുത്തു കഴിഞ്ഞ് ഒരിക്കൽ പോലും പ്രിയവ്രതന് ഭഗവത് ഉപാസന ചെയ്യാൻ കഴിഞ്ഞില്ല. നമുക്കൊക്കെ അനുഭവമല്ലേ അത്? വീട്ടിലിരുന്ന് ഭാഗവതം വായിക്കല്, വീട്ടിലിരുന്ന് വിഷ്ണു സഹസ്രനാമം ജപിക്കല് എളുപ്പമാണോ? ഒരമ്പലത്തിലോ യജ്ഞശാലയിലോ പോയിരുന്ന് ചെയ്യുന്ന അത്രയും ശ്രദ്ധ, ഏകാഗ്രതയോടെ വീട്ടിലത് ചെയ്യാൻ പറ്റുമോ? സന്ധ്യയ്ക്ക് നാമം ജപിക്കാൻ ഇരുന്നാൽ തന്നെ ചിലപ്പോൾ എത്ര തവണ അവിടുന്ന് എഴുന്നേൽക്കേണ്ടി വരുമല്ലേ? കുടുംബം ഭരിക്കലും ഈശ്വരനെ ഭജിക്കലും ഒരുമിച്ച് സാധ്യമല്ലെന്ന് നമുക്ക് ഉറപ്പാണ്. അപ്പൊ പിന്നെ രാജ്യം ഭരിക്കലും ഈശ്വര ഭജനം ചെയ്യലും പറ്റുമോ? പ്രിയവ്രതൻ അതുകൊണ്ട് എന്തു ചെയ്തെന്നോ, മക്കൾ 9 പേർക്ക് രാജ്യം വിഭജിച്ചു കൊടുത്തു. ദീപങ്ങളൊക്കെ മക്കൾക്ക് കൊടുത്തു. എന്നിട്ട് തപസ്സിന് വനത്തിൽ പോയി. പ്രിയവ്രതന്റെ ആദ്യ പുത്രനാണ് ആഗ്നീന്ദ്രൻ. ആഗ്നീന്ദ്രൻ എന്ന മകനാണ് ജംബൂദ്വീപം എന്ന ദ്വീപത്തെ പരിപാലിച്ചത്. ജംബൂദ്വീപം എന്ന് ഭാഗവതത്തിൽ പറയും. ഇന്ന് നമ്മുടെ ഭാരതം ഉൾപ്പെടുന്ന ഭൂവിഭാഗം എന്നാണ് ജംബൂദ്വീപത്തിനർത്ഥം. ചില സന്ദർഭങ്ങളിൽ ഭാരതം പൂന്താനത്തിൻ്റെ ജ്ഞാനപ്പാലയിൽ പല സന്ദർഭങ്ങളിലും ജംബൂദ്വീപമെന്നും ഭാരതവർഷമെന്നും 2 പ്രയോഗങ്ങളും നടത്തും. അപ്പൊ ജംബൂദ്വീപം എന്നാൽ ഭാരതം ഉൾപ്പെടുന്ന പ്രദേശം. ഇത് ആഗ്നീന്ദ്രൻ എന്ന മകനാണ് ഭരിച്ചത്. ആഗ്നീന്ദ്രനും കുട്ടിക്കാലത്ത് തപസ്സിന് പോയി. പക്ഷേ മനസ്സതിന് പാകപ്പെട്ടില്ല. എൻ്റെ അച്ഛൻ കുട്ടിക്കാലത്ത് തപസ്സിന് പോയ ആളാണ്, അതുകൊണ്ട് ഞാനും പോയേക്കാം അല്ലെ? അങ്ങനെ ചില കർമ്മങ്ങളൊക്കെ നമ്മൾ ചെയ്യാറില്ലേ? എൻ്റെ മുത്തച്ഛൻ ചെയ്തുകൊണ്ടിരുന്നതാണ്, അപ്പം അത് മുടക്കാൻ പാടില്ല. എനിക്കിതിൽ വലിയ ശ്രദ്ധയും താല്പര്യവും വിശ്വാസമൊന്നുമില്ല, അതുകൊണ്ട് ചെയ്തേക്കാം. ഈ മനസ്സ് നല്ലതല്ലെന്നാ. ആഗ്നീന്ദ്രൻ കുട്ടിക്കാലത്ത് തപസ്സിന് പോയി. വനത്തിൽ വച്ചൊരപ്സരസിനെ കണ്ടു. പൂർവചിത്തി എന്നാണ് അപ്സരസിന് പേര്. ഇവളുടെ പാട്ടിലും നൃത്തത്തിലും ഒക്കെ മയങ്ങി ആഗ്നീന്ദ്രൻ തപസ് വേണ്ടെന്ന് വെച്ചു. പൂർവചിത്തിയോടൊപ്പം നാട്ടിൽ വന്നു രാജ്യം ഭരിച്ചു. നാഭി മുതൽ കുറച്ച് പുത്രന്മാരുണ്ടായി. ഇതിൽ നാഭിയുടെ കഥയാണ് എടുത്തു പറഞ്ഞത്. നാഭി മഹാരാജാവിന് സന്താന ഭാഗ്യം ഉണ്ടായിരുന്നില്ല. വല്ലാത്ത ദുഃഖമനുഭവിച്ചു നാഭി. ഒരിക്കൽ ഋഷീശ്വരന്മാർ പറഞ്ഞു, വിഷ്ണുപ്രീതിക്കായിട്ട് അങ്ങൊരു യാഗം നടത്തണം. ആ യാഗവേദിയിൽ വിഷ്ണു പ്രത്യക്ഷപ്പെടും. അപ്പോൾ ആ ഭഗവാനോട് ചോദിച്ച് സന്താനത്തെ നേടിയെടുക്കാം. അങ്ങനെ യാഗം ആരംഭിച്ചു. യാഗത്തിൻ്റെ പര്യവസാനത്തിൽ മഹാവിഷ്ണു യാഗവേദിയിൽ പ്രത്യക്ഷപ്പെട്ടു. ഋത്വിക്കുകളൊക്കെ കണ്ടു. നാഭിക്ക് മാത്രം ഭഗവാനെ കാണാൻ കഴിയുന്നില്ല. ഋഷീശ്വരന്മാർ പറഞ്ഞു, മഹാരാജാവേ, വിഷ്ണു യാഗശാലയിൽ എത്തിയിരിക്കുന്നു, അങ്ങയോട് എന്ത് വരം വേണം എന്ന് ചോദിക്കുന്നുണ്ട്. എല്ലാവർക്കും ഭഗവാന്റെ ദർശനം കിട്ടിയില്ലേ, എനിക്ക് മാത്രം അതിന് കഴിഞ്ഞില്ലല്ലോ. സങ്കടമായി നാഭിക്ക്. അതുകൊണ്ട് പറഞ്ഞു, ഭഗവാനെ, അങ്ങയെപ്പോലൊരു പുത്രൻ എനിക്ക് വന്ന് ജനിക്കണം. നാഭി മഹാരാജാവിന് പത്നി മേരുദേവിയിൽ നിന്ന് ഭഗവാൻ വിഷ്ണുപുത്രനായിട്ട് അവതരിച്ചു. ഭഗവാന്റെ അവതാരത്തിന് ഋഷഭദേവൻ എന്നാണ് പേര്. ഭാഗവതത്തിൽ നമ്മൾ പ്രാധാന്യം കൊടുക്കാത്ത ചില അവതാര കഥകളെ വളരെ പ്രാധാന്യത്തോടെ വേദവ്യാസ മഹർഷി വർണ്ണിക്കുന്നുണ്ട്. മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹം, ഈ ദശാവതാരങ്ങളൊക്കെ നമുക്ക് വളരെ പരിചിതമാണ്. പക്ഷെ ഇന്ന് ഭാഗവതം രാവിലെ കപിലവാസുദേവന്റെ കഥ ഏതാണ്ട് 8-10 അധ്യായങ്ങളിൽ
വിസ്തരിച്ച് കപിലാവതാരത്തിൻ്റെ കഥ പറഞ്ഞു. ഉച്ച കഴിഞ്ഞിന്ന് പൃഥു എന്ന ഭഗവാന്റെ അവതാരത്തെക്കുറിച്ച് പറഞ്ഞു. ഇപ്പം ഋഷഭൻ എന്ന ഭഗവാന്റെ മറ്റൊരവതാരത്തെക്കുറിച്ച് പറയുന്നു. ഇതൊക്കെ ഭാഗവതം വളരെ പ്രാധാന്യം കൊടുക്കുന്ന അവതാരങ്ങളാണ്. ഋഷഭൻ എന്ന വാക്കിനൊരർത്ഥമുണ്ട് സമർത്ഥൻ, പേരുപോലെ സാമർഥ്യമുള്ളവൻ, എല്ലാ കാര്യങ്ങളിലും സാമർഥ്യം. ഋഷഭദേവൻ രാജ്യം ഭരിക്കുമ്പോൾ ഭൂമിയിൽ ജനങ്ങൾ യാഗകർമ്മങ്ങൾ ചെയ്യാതായെന്നാണ്. പണ്ടൊക്കെ യാഗകർമ്മം ചെയ്തിരുന്നത് പാപം നശിക്കാനും സ്വർഗസുഖം കിട്ടാനും വേണ്ടിയാണ്. ഋഷഭൻ രാജ്യം ഭരിച്ചു തുടങ്ങിയപ്പോൾ ജനങ്ങൾ ചിന്തിച്ചത് സ്വർഗത്തിനേക്കാൾ എത്രയോ സുഖമാണ് ഋഷഭന്റെ രാജ്യത്ത് ജീവിക്കല്, അതുകൊണ്ട് ഇനി യാഗകർമ്മങ്ങളൊന്നും വേണ്ട. ഭൂമിയിൽ യാഗങ്ങളില്ലാതെ വന്നതോടെ ദേവേന്ദ്രൻ അസൂയ വന്നു ഋഷഭദേവനോട്. ഋഷഭന്റെ രാജ്യത്ത് ദേവേന്ദ്രൻ മഴ പെയ്യിക്കാതിരുന്നു. സ്വന്തം തപൽശക്തി, ആധ്യാത്മിക ശക്തി കൊണ്ട് രാജ്യത്ത് മഴ പെയ്യിച്ച ആളാണ് ഋഷഭദേവൻ. നോക്കൂ, ഇന്ദ്രനെ വെല്ലുവിളിച്ച് ഇന്ദ്രൻ തടഞ്ഞു വെച്ച മഴയെ ഭൂമിയിൽ പെയ്യിപ്പിച്ച ആളാണ്. ദേവേന്ദ്രന്റെ മകള് ജയന്തിയെ വിവാഹം ചെയ്തു. നല്ല കുടുംബജീവിതം. യോഗശക്തി കൊണ്ട് 100 പുത്രന്മാരെ ഋഷഭദേവൻ നേടിയെടുത്തു. ഒന്നല്ല രണ്ടല്ല, 100 സന്താനങ്ങൾ. ആ 100 സന്താനങ്ങളിൽ ആദ്യത്തെ ആളിന്റെ പേരാണ് ഭരതൻ. ഭരതൻ എന്ന ആ രാജാവ് ഭരിച്ചതുകൊണ്ടാണ് നമ്മൾ ഇന്ന് ജീവിക്കുന്ന രാജ്യത്തിന് അജനാഭം നാമ ഏതത് വർഷം ഭാരതമിതി വ്യപതിശന്തി. ഈ ഭാരതം എന്ന പേര് നേടിത്തന്ന ആളാണ് ഭരത ചക്രവർത്തി. ഭരതൻ ഭരിക്കുന്നതിന് മുൻപ് വരെ നമ്മുടെ നാട് അറിയപ്പെട്ടു അജനാഭം എന്ന പേരില്. ഈ ഭാരതത്തിന്റെ പഴയൊരു പേരാണ് അജനാഭം. ഋഷഭദേവന്റെ 100 സന്താനങ്ങളും പരമയോഗ്യരായിട്ട് ജീവിച്ചു, യശസ്വികളായിട്ട് മാറി. അതിനൊരു കാരണം ഭാഗവതം പറഞ്ഞു. ഇന്നിപ്പോ നമ്മൾ പാരായണം ചെയ്തു കഴിഞ്ഞു. അത് ഋഷഭോപദേശം. 100 പുത്രന്മാരെയും ഋഷഭദേവൻ എന്നും തൻ്റെ അടുത്തിരുത്തു. എന്നിട്ടവർക്ക് ഭാഗവത ധർമ്മങ്ങളെ കുറിച്ച് ഉപദേശിക്കുമായിരുന്നു. വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ഋഷഭദേവൻ പുത്രന്മാർക്ക് കൊടുത്ത നല്ല ഉപദേശങ്ങൾ, ആ ഉപദേശം കേട്ടു വളർന്നതാണ് ഋഷഭപുത്രന്മാരൊക്കെ യോഗ്യരായിട്ട് മാറി. ഏത് മേഖലയിൽ അവർ പ്രവർത്തിച്ചോ അവിടെയൊക്കെ മഹത്വമുള്ളവരായിട്ട് മാറി എന്നാ. ഞങ്ങൾ രാജാവിൻ്റെ മക്കളാണ്, അതുകൊണ്ട് രാജ്യം ഭരിക്കലേ ചെയ്യൂ എന്ന് ഋഷഭദേവന്റെ മക്കൾ പറഞ്ഞില്ല. 9 പുത്രന്മാർ ആധ്യാത്മിക പാതയിലേക്ക് പോയി. നവയോഗികൾ എന്ന പേരായ ഋഷീശ്വരന്മാരായിട്ട് ലോകത്തറിയപ്പെട്ടു. കവി, ഹരി, അന്തരീക്ഷൻ, പ്രബുദ്ധൻ, പിപ്പലായനൻ, ആവൃഹോത്രൻ, ദ്രുമിളൻ, ചമസൻ, കരഭാജനൻ. ഇത് ഭാഗവത ധർമ്മദർശന. ഭാഗവത ധർമ്മദർശനന്മാരായി 9 പേര്. 9 പേര് രാജ്യം ഭരിച്ചു. ഭരതൻ ചക്രവർത്തിയായി. 81 മക്കള് വിവിധ ധർമ്മങ്ങൾ അനുഷ്ഠിച്ച ആ രാജ്യത്ത് ജീവിച്ച് ബ്രാഹ്മണ ബഭൂവ. ബ്രഹ്മജ്ഞാനികളായിട്ട് ലോകം ആദരിക്കുന്നവരായിട്ട് ആ 81 മക്കളും മാറി. വളരെ ശ്രദ്ധിക്കണേ നമ്മൾ. ഭാഗവതം വളരെ ചുരുക്കി പറഞ്ഞു പോകുന്നൊരു കഥയാണ്. പക്ഷേ ഋഷഭദേവൻ തൻ്റെ മക്കൾക്ക് കൊടുത്ത ഉപദേശം അത് നമ്മുടെ ജീവിതത്തിലും കുട്ടികൾക്ക് പകർന്നു കൊടുക്കാൻ കഴിയണം. വലിയ ഉപദേശമാണ് ഋഷഭൻ്റേത്. ചെറുപ്രായത്തിൽ തന്നെ കുട്ടികളോട് പറയും, ഈ മനുഷ്യജന്മം നമുക്ക് എന്തിനാ ഈശ്വരൻ തന്നത്? നായം ദേഹോ ദേഹഭാജാം നൃലോകേ
കഷ്ടാൻ കാമാനർഹതേ വിഭുജാം യേ തപോ ദിവ്യം പുത്രക ഏന സത്വം ശുദ്ധ്യേതസ്മാത് ബ്രഹ്മസൗഖ്യം ത്വനന്തം. ഈ മനുഷ്യ ശരീരം, ജീവിതം ഈശ്വര സാക്ഷാത്കാരത്തിനുള്ളതാണ്. ചെറുപ്രായത്തിലെ കുട്ടികളോട് പറഞ്ഞുകൊടുത്തു, കുട്ടികളെ ഈശ്വര ഭജനം നടത്തൂ. മഹത് സേവാം ദ്വാരമാഹുർവിമുക്തേ. മറ്റുള്ള ജന്മങ്ങൾ പോലല്ല ഈ മനുഷ്യ ജന്മം. കേവലം സുഖാനുഭവങ്ങൾക്ക് വേണ്ടി പരിശ്രമിക്കാനല്ല മനുഷ്യജന്മം. സജ്ജന സേവ ചെയ്ത് ഭഗവത്ഗതിയിലേക്ക് എത്താനാണ് മനുഷ്യജന്മം. ഋഷഭദേവൻ പറഞ്ഞുകൊടുത്തു, ഈ ജന്മം, മനുഷ്യനായിട്ട് കിട്ടുന്ന ജന്മം എത്രയോ ദുർലഭമാണ്. 100,000 ജന്മങ്ങൾ നമ്മുടെ ജീവൻ ജനിച്ച് കർമ്മം ചെയ്ത് മരിച്ച് ആ കർമ്മഫലം കൊണ്ട് ഇപ്പോൾ മനുഷ്യനായിട്ട് ഭൂമിയിൽ വന്ന് ജനിച്ചെന്ന ഒരു സുപ്രഭാതത്തിൽ ഈശ്വരൻ നമ്മളെ മനുഷ്യജന്മം തന്ന് ഈ ഭൂമിയിലേക്ക് പറഞ്ഞയക്കലായിരുന്നില്ല. 100,000 ജന്മങ്ങളിൽ നമ്മൾ ചെയ്ത കർമ്മങ്ങളുടെ പുണ്യമാണ് മനുഷ്യജന്മം നേടിയെടുക്കാൻ കാരണം. ഇത് നഷ്ടപ്പെടുത്താൻ എളുപ്പം കഴിയും. ഒരു നിമിഷത്തെ അശ്രദ്ധ മതി, ഒരു അഹങ്കാരം മതി, ഈ മനുഷ്യജന്മം അവസാനിപ്പിക്കാൻ പറ്റൂ. എന്നാൽ ഇതുപോലൊരു മനുഷ്യജന്മം കിട്ടാൻ ഇനി എത്രയോ ജന്മങ്ങളുടെ കാത്തിരിപ്പ് വേണം. പുത്രന്മാർക്ക് പറഞ്ഞുകൊടുത്തു, സുഖമനുഭവിക്കലല്ല ഈ ജന്മത്തിൻ്റെ ലക്ഷ്യം. കിട്ടുന്ന സുഖങ്ങൾ അനുഭവിച്ചോളൂ, വേണ്ടെന്നല്ല. പക്ഷേ അതിലുപരി ഒരു ലക്ഷ്യം മനുഷ്യജന്മത്തിനുണ്ട്. അത് ഈശ്വരനെ അറിയലാണ്, ഈശ്വര സാക്ഷാത്കാരത്തിലേക്ക് എത്തലാണ്. ഇഷ്ടപ്പെട്ടത് അനുഭവിക്കുക, നാവിൻ്റെ സുഖമാണ് മനുഷ്യജന്മത്തിൽ ഏറ്റവും സുഖം എന്നല്ലേ നമ്മൾ ചിന്തിക്കാറ്? അല്ലെ, ഇഷ്ടപ്പെട്ടതൊക്കെ കഴിക്കാൻ പറ്റലാണ് മനുഷ്യജന്മത്തിൽ ഏറ്റവും വലുതെങ്കിൽ അതിന് മനുഷ്യനേക്കാൾ എത്രയോ നല്ലതാ സിംഹമായിട്ടോ പുലിയായിട്ടോ ഒക്കെ ജനിക്കല്. അല്ലെ, ഇഷ്ടപ്പെട്ടതിനെ തോന്നുന്ന സമയത്തൊക്കെ വേട്ടയാടി പിടിച്ച് കഴിക്കാം. മനുഷ്യനായാൽ എല്ലാം കഴിക്കാൻ പറ്റുമോ? ഇപ്പൊ പറ്റുന്നുണ്ടോ എല്ലാവർക്കും? ഒരു 40 വയസ്സ് 45 വയസ്സാവുമ്പോഴേക്കും ഷുഗർ തുടങ്ങി, പ്രഷർ തുടങ്ങി, കൊളസ്ട്രോള് കൂടി, ആ മധുരം പാടില്ല, ഉപ്പ് പാടില്ല, ഒന്നും പാടില്ലാത്ത അവസ്ഥയാണ്. ഇപ്പൊ നാവിൻ്റെ സുഖത്തിനാണ് ഈ മനുഷ്യജന്മം എന്നാരെങ്കിലും തെറ്റിദ്ധരിക്കുന്നുണ്ടെങ്കിൽ അതിന് മനുഷ്യജന്മം തന്നെ വേണ്ടിയിരുന്നില്ല. ഇനി ഉറക്കത്തിൻ്റെ സുഖമാണ് ഏറ്റവും വലുതെന്ന് ആരെങ്കിലും കരുതുന്നുണ്ടോ? നന്നായിട്ട് ഉറങ്ങലാണ് മനുഷ്യജന്മത്തിൽ പ്രധാനം. അതിനും മനുഷ്യനാവുന്നതിലും എത്രയോ നല്ലതാ ഒരു പൂച്ചക്കുട്ടിയായിട്ട് ജനിച്ചിരുന്നെങ്കിൽ. വീട്ടിലൊക്കെ കണ്ടിട്ടില്ലേ? പ്രത്യേകിച്ച് ഒരു ജോലിയുമില്ല, എന്തെങ്കിലും കഴിച്ചോളുക, എവിടെയെങ്കിലും ചുരുണ്ട് കിടന്നോളുക. അല്ലെ, ഉറക്കത്തിൻ്റെ സുഖമാവാൻ പൂച്ചയായിട്ട് ജനിച്ചാൽ മതിയായിരുന്നു. മൈഥുനത്തിൻ്റെ സുഖമാണെങ്കിലും അതിനും മനുഷ്യജന്മത്തെക്കാൾ നല്ലത് മൃഗജന്മമാണെന്നാ. നോക്കൂ, ഈ മനുഷ്യജന്മത്തിനൊരു ലക്ഷ്യമുണ്ട്. അത് ഈശ്വരനെ അറിയാനും ഈശ്വര സാക്ഷാത്കാരത്തിലേക്ക് എത്താനുമാണ്. അതിന് മഹത് സേവാം, സജ്ജനങ്ങളെ എവിടെ കണ്ടാലും വന്ദിക്കണം. മഹത് സേവ, അമ്പലത്തിൽ പോയി ഈശ്വരനെ വന്ദിക്കണമെന്നല്ല, സജ്ജനങ്ങളെ, മഹത്വമുള്ളവരെ കണ്ടാൽ വന്ദിക്കാൻ മറക്കരുത്. ഇന്നിങ്ങനെയൊക്കെ നല്ല ഉപദേശം കുട്ടികൾക്ക് കൊടുത്ത് കുട്ടികളെ വളർത്തിക്കൊണ്ടുവരുന്ന അച്ഛനമ്മമാരുണ്ട് നമ്മുടെ ഇടയിൽ. നല്ല ഉപദേശങ്ങൾ, പ്രായമായ ആളുകളെ ബഹുമാനിക്കണം, അല്ലേ, നല്ല ഗുണങ്ങൾ ഉണ്ടാവാൻ വേണ്ടി ഉപദേശം കൊടുക്കൽ തീരെ ഇല്ലെന്ന് പറയേണ്ടി വരും. ഇവിടെ ഋഷഭദേവന്റെ പുത്രന്മാരൊക്കെ യോഗ്യരായി. ഭരതം ഭജദ്വം,
നിങ്ങളുടെ മൂത്ത സഹോദരനാണ് ഭരതൻ. എന്നെ നിങ്ങൾ എത്ര ബഹുമാനിക്കുന്നോ അച്ഛനെ പോലെ വേണം മൂത്ത സഹോദരൻ ഭരതനെ നിങ്ങൾ കാണാൻ. സഹോദരന്മാർക്ക് പറഞ്ഞു കൊടുത്തു എങ്ങനെ മുതിർന്നവരെ ബഹുമാനിക്കണം. ജന്മം കൊടുത്തു എന്നതുകൊണ്ട് മാത്രം ഒരാൾ അമ്മയാവുന്നില്ല. ഋഷഭന്റെ ഒരു ഉപദേശവാ ഗുരുർന സസ്യാത് ജനനീന സസ്യാത്. 10 മാസം ഗർഭത്തിൽ കൊണ്ടു നടന്നു, വലിയ ത്യാഗം സഹിച്ചു, വേദന സഹിച്ചു, ഈ ഭൂമിയിലേക്ക് പ്രസവിച്ചു എന്നതുകൊണ്ട് മാത്രം ഒരു സ്ത്രീ അമ്മയാവുന്നില്ല. ജന്മം കൊടുക്കാൻ കാരണമായി എന്നതുകൊണ്ട് മാത്രം ഒരാൾ അച്ഛനുമാവുന്നില്ല. കുറെ ശാസ്ത്രം പഠിപ്പിച്ചതുകൊണ്ട് ഒരാൾ ഗുരുനാഥനുമാവുന്നില്ല. ഈശ്വരനിലേക്കുള്ള വഴി കാട്ടിക്കൊടുക്കുന്നവനാണ് യഥാർത്ഥ ഗുരു, യഥാർത്ഥ വഴികാട്ടി. ഋഷഭന്റെ ഉപദേശവാ മക്കൾക്ക് ഋഷഭൻ പറഞ്ഞു കൊടുക്കുന്നു. ഈ ഉപദേശങ്ങൾ കേട്ട് കുട്ടിക്കാലം മുതൽ കേട്ട് വളർന്നതുകൊണ്ട് ഋഷഭദേവന്റെ പുത്രന്മാര് പരമയോഗ്യരായിട്ട് മാറി, എല്ലാവരാലും ആദരിക്കപ്പെട്ടു. ഇന്ന് നമ്മുടെ പത്രങ്ങളിലൊക്കെ ഒരു വാർത്തയുണ്ടല്ലേ, എവിടെയോ കേരളത്തിലാണ്, വടക്കൻ കേരളത്തിലോ തെക്കൻ കേരളത്തിലോ അമിതമായ മയക്കുമരുന്നിന്റെ ലഹരിയുടെ ഉപയോഗം കൊണ്ട് മകൻ സ്വന്തം അമ്മയുടെ കഴുത്ത് മുറിച്ച വാർത്തയാണ്. എന്തോ മകൻ ഇഷ്ടമല്ലാത്ത ഒരു കാര്യം അമ്മ പറഞ്ഞു മതി. ഈ ഒരു കാലഘട്ടത്തിൽ ഇരുന്നാണ് ഋഷഭദേവന്റെ വലിയ ഉപദേശങ്ങൾ, എങ്ങനെ കുടുംബജീവിതത്തിൽ കുട്ടികൾക്ക് നല്ല ഉപദേശം കൊടുത്തു വളർത്താൻ. ഇന്ന് ധ്രുവന്റെ കഥ പറഞ്ഞു ഭാഗവതം. അച്ഛന്റെ മടിയിൽ ഇരിക്കാൻ കഴിയാതെ ചെറിയമ്മയുടെ പരുഷവാക്കുകൾ കേട്ട് മനോവേദനയോടെ വന്ന ധ്രുവനോട് അമ്മ പറഞ്ഞു കൊടുത്തു, കുഞ്ഞെ നാരായണനെ ഭജിക്കൂ, നമ്മുടെ സങ്കടം മാറും. ആ അമ്മ കൊടുത്ത ഉപദേശമാണ് ധ്രുവനെ ഭക്തോത്തമനാക്കി മാറ്റി. ഒരു നിമിഷം അച്ഛന്റെ മടിയിലിരിക്കാൻ ആഗ്രഹിച്ച ധ്രുവന് 36,000 സംവത്സരം അച്ഛനിരുന്ന സിംഹാസനത്തിലിരുന്ന രാജ്യം ഭരിക്കാൻ കഴിഞ്ഞു. നോക്കൂ, അമ്മ കൊടുത്ത നല്ല ഉപദേശമായി. നാളെ ഭാഗവതം അജാമിളന്റെ കഥ വർണ്ണിക്കുന്ന ദിവസവാ. നല്ല ചിട്ടയായ ജീവിതം നയിച്ച ബ്രാഹ്മണകുമാരനായിരുന്നു അജാമിളൻ. കുട്ടിക്കാലത്ത് വേദം പഠിച്ചവനാ. തെറ്റുകൂടാതെ ഭഗവാന്റെ പൂജകളൊക്കെ ചെയ്യാൻ പഠിച്ച ആളാണ്. ഒരിക്കലും പൂക്കളും ചമതയും ശേഖരിക്കാൻ വനത്തിൽ പോയി. വനത്തിൽ വച്ച് അജാമിളനൊരു മോശമായ ദൃശ്യം കണ്ടു. മനസ്സ് ഭ്രമിച്ചു, ജീവിതം വഴി തെറ്റി. 86 വയസ്സ് വരെ അജാമിളന്റെ ജീവിതം തെറ്റായ രീതിയിൽ. അന്യഗൃഹങ്ങളിൽ പോയി കൊള്ള ചെയ്തും കൊലപാതകം ചെയ്തും അജാമിളൻ ജീവിതം നയിച്ചു. 86-ാമത്തെ വയസ്സിലാണ് അജാമിളന് നാരായണ എന്നൊന്ന് വിളിക്കാൻ തോന്നി. പശ്ചാത്താപം, ശ്രേയസ്സുണ്ടായി. സജ്ജനങ്ങളെ, അജാമിളന് ജീവിതം വഴി തെറ്റാൻ വനത്തിൽ പോയി ഒരു മോശം കാണേണ്ടി വന്നു. പക്ഷെ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ, നമ്മുടെ കുടുംബങ്ങളിൽ വളരുന്ന കുട്ടികളെ സംബന്ധിച്ച് അവർക്ക് ജീവിതം വഴി തെറ്റണമെങ്കിൽ വനത്തിൽ പോണോ? സ്വന്തം വീട്ടിനുള്ളിലിരുന്നാലും പോരെ. അവിടെ കിട്ടുന്ന അറിവുകൾ നന്നായില്ല എങ്കിൽ സ്വാഭാവികം കുട്ടികളുടെ ജീവിതം വഴി തെറ്റും. നല്ല അറിവ് കൊടുക്കാൻ കഴിയണമെന്നാണ്. കുറച്ച് കാലം കഴിഞ്ഞ് നമ്മൾ വിചാരിച്ചിട്ടും സാധ്യമല്ല. അടയ്ക്കയാണെങ്കിലും അടിയിൽ വയ്ക്കാം, അടയ്ക്ക മരവായാൽ വളരുന്നത് നോക്കി നിൽക്കാവുന്ന. ഇപ്പൊ പലപ്പോഴും അങ്ങനെയാണ്. നമ്മൾ ഒരു കാലം കഴിയുമ്പോൾ നമ്മൾ ചിന്തിക്കും, യോ അങ്ങനെ ചെയ്യാവായിരുന്നല്ലോ, അല്ലെ ഇങ്ങനെ തിരുത്തി കൊടുക്കാവായിരുന്നല്ലോ. അപ്പോഴേക്കും വളരെ വൈകും നമ്മൾ. ഇപ്പൊ ഋഷഭദേവൻ കുടുംബജീവിതം നയിക്കുന്ന നമുക്ക് മാതൃകയായി. ഈ ലോകത്തിന് വേണ്ടി നല്ല ഉപദേശം കൊടുത്തു കുട്ടികളെ തയ്യാറാക്കിയെടുക്കണം
ആദ്യത്തെ വിദ്യാലയമാണ് ഗൃഹം. അവിടെ കിട്ടുന്ന അറിവാണ് പ്രധാനമായിട്ടുള്ളത്. അവിടെ കിട്ടുന്ന അറിവുകൾ മോശമായോ ജീവിതം സ്വാഭാവികമാണ്. നമ്മൾ പണ്ടൊക്കെ കേട്ടിട്ടുള്ളൊരു കഥയുണ്ട്. ഒരു വലിയ കുറ്റവാളിയെ കോടതി മുറിയിൽ ശിക്ഷിച്ചു. വലിയ കനത്ത ശിക്ഷ കൊടുത്തു ജഡ്ജി. അവസാനമായിട്ട് എന്താണ് ആഗ്രഹം എന്ന് ജഡ്ജി ചോദിച്ചപ്പോൾ ഈ കുറ്റവാളി പറഞ്ഞത്, എനിക്ക് എൻ്റെ അമ്മയെ ഒന്ന് കണ്ട് സംസാരിക്കണം. കോടതി മുറിയിൽ തന്നെ അതിന് സൗകര്യമൊക്കെ ഒരുക്കി കൊടുത്തു. അമ്മയോട് സംസാരിക്കാനെന്ന ഭാവേന അടുത്ത് വന്ന മകൻ ആ അമ്മയുടെ ചെവി കടിച്ചു മുറിച്ചെന്ന. കോടതിയുടെ മുന്നിൽ അതൊരു വലിയ തെറ്റാ. പക്ഷേ ചോദിച്ചപ്പോൾ പറഞ്ഞു, ഞാൻ ചെറിയ പ്രായത്തിൽ ചെറിയ തെറ്റുകളും കളവും മോഷണവും ഒക്കെ ചെയ്യുമായിരുന്നു. അന്ന് എന്നെ തടയാൻ ഈ അമ്മ തയ്യാറാവാതിരുന്നതാണ് ഇന്നെനിക്കിവിടെ തലകുനിച്ച് നിൽക്കേണ്ട ഒരവസ്ഥ വന്നത്. നമുക്ക് വേണ്ടത് വേണ്ട സമയത്ത് പകർന്നു കൊടുക്കാൻ നമുക്ക് കഴിയാതെ വന്നാൽ പിന്നെ എത്ര പരിശ്രമിച്ചാലും സാധ്യമല്ലെന്ന. ഇപ്പൊ ഋഷഭദേവന്റെ നല്ല ഉപദേശങ്ങൾ ആ കുട്ടികളെ മുഴുവൻ യോഗ്യരാക്കി. ജീവിത സായാഹ്നമായപ്പോൾ ഋഷഭനും എന്ത് ചെയ്തെന്നോ, വീണ്ടും നമുക്ക് മാതൃക. ഉത്തരവാദിത്തങ്ങളൊക്കെ മക്കൾക്ക് കൊടുക്കുക, എന്നിട്ട് ഈശ്വര ഭജനത്തിന് ഇറങ്ങിത്തിരിക്കുക. ഇതിപ്പോ ഭാഗവതത്തിൽ എത്ര സന്ദർഭങ്ങളിൽ വന്നു. ഭാഗവതത്തിലെ ഒട്ടുമിക്ക കഥകളിലും നമ്മൾ കാണുന്നത് അതാണ്. ഒരു നല്ല കാലഘട്ടം രാജ്യം ഭരിച്ചു, കുടുംബം ഭരിച്ചു, സുഖങ്ങൾ അനുഭവിച്ചു, ദുഃഖങ്ങൾ അനുഭവിച്ചു. അടുത്ത ഒരു തലമുറ വളർന്നു, ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാൻ അവർ പ്രാപ്തരായി എന്നറിയുമ്പോൾ പിന്നെയും കുടുംബജീവിതത്തിൻ്റെ പ്രാരബ്ധങ്ങൾ അനുഭവിക്കലല്ല വേണ്ടത്. കുറേശ്ശെ അത് വിട്ടുകൊടുക്കണം മക്കളിലേക്ക്. എന്നിട്ടോ ഈശ്വരനോടടുക്കണം. ഭാഗവതത്തിൻ്റെ ആരംഭത്തിൽ ഒരു സ്തുതിയുണ്ട്, കുന്തിമാതാവിൻ്റെ സ്തുതി. ഭാരത ചക്രവർത്തിയായ യുധിഷ്ഠിരന്റെ പാണ്ഡവന്മാരുടെ അമ്മ മഹാറാണി ഭഗവാനോട് പ്രാർത്ഥിക്കുന്നത് എന്താണെന്നോ, സ്നേഹപാശമിമം ചിന്തി, ഭഗവാനെ എൻ്റെ മനസ്സങ്ങയിലേക്ക് ഉറയ്ക്കണം. ഇന്നിപ്പോ എൻ്റെ മക്കള്, എൻ്റെ കൊച്ചുമക്കള്, എൻ്റെ ജനങ്ങള്, എൻ്റെ പ്രിയപ്പെട്ടവര് ഇങ്ങനെ ഒരു 100,000 വിഷയങ്ങളിൽ കെട്ടപ്പെട്ടിരിക്കുന്നു എൻ്റെ മനസ്സ്. സ്നേഹപാശം മുറിക്കണം. നോക്കൂ, ജീവിതത്തിൻ്റെ ഒരു കാലം കഴിഞ്ഞാൽ ഈശ്വര ഭജനത്തിന് പ്രാധാന്യം കൊടുക്കണം. തൊട്ടടുത്തൊരു ക്ഷേത്രമുണ്ടോ, കൂടുതൽ സമയം നമ്മളവിടെ പോയിരിക്കാൻ തയ്യാറാവണം. ഇതുപോലെ യജ്ഞങ്ങൾ അടുത്തെവിടെയെങ്കിലും നമുക്ക് എത്തിപ്പെടാൻ കഴിയുന്നിടത്തൊരജ്ഞം സത്സംഗമുണ്ടോ, അതിൻ്റെ ഭാഗമാവാൻ നമുക്ക് കഴിയണം. ജീവിതത്തിൻ്റെ അവസാന കാലം, ജീവിത സായാഹ്നം ഈശ്വര ഭജനത്തിന് മാറ്റിവെക്കുക. രാജ്യം ഭരിച്ച രാജാവാണ് ഋഷഭൻ. ആ ആള് രാജ്യത്തൊരു ഭ്രാന്തനെ പോലെ അലഞ്ഞു തിരിഞ്ഞു നടന്നു. ജഡാന്ത മൂകബദിരനെ പോലെ എന്നാണ് ഭാഗവതം. ആരെന്തു ചോദിച്ചാലും മറുപടി പറയാറില്ല. മൗനവ്രതം. ചിലപ്പോ പൊട്ടിച്ചിരിച്ചുകൊണ്ട് നടക്കുക. ചിലപ്പോൾ ശരീരത്തിൽ വസ്ത്രം കാണും, അത് അഴിഞ്ഞുപോയാൽ അറിഞ്ഞ ഭാവം പോലും വയ്ക്കാറില്ല, മുന്നോട്ടു പോവും. ഇങ്ങനെ ഭ്രാന്തനെ പോലെ സദാ ഈശ്വരനാമം ചൊല്ലി രാജ്യത്തലഞ്ഞു തിരിഞ്ഞു നടന്ന ഋഷഭദേവൻ ഒരു കാട്ടുതീയിലേക്ക് നടന്നു കയറി തൻ്റെ അവതാര ശരീരത്തെ ഉപേക്ഷിച്ചു എന്ന് പറഞ്ഞു. ഋഷഭനോടൊപ്പം കാട്ടുതീയിൽ വെന്ത് നശിച്ച സമസ്ത ജീവജാലങ്ങൾക്കും ഭഗവാൻ വൈകുണ്ഠം കൊടുത്തു. ഇനി ഋഷഭന്റെ ആദ്യപുത്രൻ ഭരതന്റെ കഥ. ഭരതൻ രാജ്യം ഭരിച്ചു. വിശ്വരൂപന്റെ മകളെ വിവാഹം ചെയ്തു. വളരെ ശ്രേഷ്ഠമായ രീതിയിൽ പഞ്ചജനി എന്ന പേരായൊരു രാജകുമാരി. അതില് സുമതി, രാഷ്ട്രഭൃതൻ, സുദർശനൻ, ആവരണൻ, ധൂമ്രകേതു 5 മക്കളും ഉണ്ടായി.
രാജ്യം ഭരിച്ച രാജാവിൻ്റെ പേര് ജനങ്ങൾ രാജ്യത്തിന് കൊടുക്കണമെങ്കിൽ എത്ര യോഗ്യനായിരിക്കും ആ രാജാവ്? ഊഹിക്കാവല്ലോ. രാജ്യം ഭരിച്ച രാജാവിൻ്റെ പേര് തന്നെ ജനങ്ങൾ ആ രാജ്യത്തിന് കൊടുത്ത് ആദരിച്ചു. ഭരതനും മക്കൾക്ക് രാജ്യം വിഭജിച്ചു കൊടുത്ത് പുണ്യ ചക്രനദിയുടെ തീരത്ത് തപസ്സിനു പോയി. സാലഗ്രാമം കൊണ്ടൊരു മാലയൊക്കെ ധരിച്ച് 2 നേരം ചക്രനദിയിൽ മുങ്ങിക്കുളിച്ച് സൂര്യനെയൊക്കെ ഗായത്രി മന്ത്രത്താൽ ഉപാസിച്ച് അങ്ങനെ ജീവിതം നയിക്കുമ്പോൾ ഭരതന്റെ ജീവിതം മാറ്റിമറിച്ചൊരു സംഭവം. ചക്രനദിയിലിറങ്ങി സ്നാനം ചെയ്ത് തർപ്പണാദികൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ദിവസം ഒരു സിംഹഗർജനം ആ കാട്ടിൽ. ഭരതന് ഭയമൊന്നും തോന്നിയില്ലെങ്കിലും ഭരതന്റെ തൊട്ടടുത്ത് നിന്നിരുന്ന പൂർണ്ണഗർഭിണിയായൊരു മാൻപേട ഭയന്ന് വിറച്ചു. പ്രാണരക്ഷാർത്ഥം ആ മാൻപേട നദിയിലേക്ക് എടുത്ത് ചാടി. ചാട്ടത്തിൽ തന്നെ അത് പ്രസവിച്ചു. ആ നിമിഷം ജനിച്ച മാൻകുഞ്ഞ്, ആ കുഞ്ഞു മാൻ ഭരതൻ നിന്ന സമീപത്തേക്ക് ഒഴുകി വരുന്നു. വേറെ ആരും ആ മാൻകുഞ്ഞിനെ രക്ഷിക്കാനില്ല അവിടെ. ഭരതൻ നദിയിലേക്ക് എടുത്ത് ചാടി മാൻകുഞ്ഞിനെ രക്ഷിച്ച് കരയ്ക്ക് കൊണ്ടുവന്നു. തൻ്റെ ആശ്രമത്തിൽ കൊണ്ടുവന്ന് പരിപാലിക്കാൻ തുടങ്ങി. എന്നാൽ അതിനൊരു വളർച്ച ഘട്ടമായപ്പോൾ അതിനെ വനത്തിലേക്ക് പറഞ്ഞു വിടലാണ് വേണ്ടിയിരുന്നത്. ഭരതൻ അതിന് കഴിഞ്ഞില്ല. മാനിനെ പരിപാലിക്കലാണ് പിന്നെ പ്രധാനം. നാടും കൊട്ടാരവും മക്കളെയും ഭാര്യയെയും എല്ലാം ഉപേക്ഷിച്ച് വനത്തിൽ വന്ന ഭരതന് ഒരു മാൻകുഞ്ഞിനോടുള്ള സ്നേഹം ഉപേക്ഷിക്കാൻ കഴിഞ്ഞില്ല. രാവിലെ ഗായത്രി മന്ത്രം ജപിക്കാനിരുന്നാൽ ഒരേകാഗ്രതയുമില്ല. ഹോമത്തിനിരുന്നാൽ ഇടയ്ക്കിടയ്ക്ക് അവിടുന്ന് എഴുന്നേറ്റ് ചെന്ന് നോക്കും, എൻ്റെ മാൻകുഞ്ഞ് അവിടെ ഉണ്ടോ, സുരക്ഷിതയാണോ, അതോ ദുഷ്ടമൃഗങ്ങൾ എന്തെങ്കിലും വരുന്നുണ്ടോ. ഉറങ്ങുമ്പോൾ കൂടെ കിടത്തും മാൻകുഞ്ഞിനെ. ഇങ്ങനെ കാലം കടന്നുപോയി. മരണശയ്യയിലായി ഭരതൻ. ഈ മരണം പ്രതീക്ഷിച്ച് കിടക്കുമ്പോഴും മനസ്സിൽ ഈശ്വരനല്ല, ഞാൻ മരിച്ചു പോയാൽ എൻ്റെ മാൻകുഞ്ഞിന് പിന്നാരുണ്ട്. മാനിനെ മാത്രം ചിന്തിച്ച് ചിന്തിച്ച് മരിച്ചു. അടുത്ത ജന്മം മാനായി ജനിക്കേണ്ടി വന്നു. ഇതൊരു ജന്മത്തിൻ്റെ സ്വഭാവമാണ്. അന്തേയാമതി സാഗതി. അന്ത്യകാലത്ത് അന്ത്യനിമിഷത്തിൽ എന്താണോ മതി ബുദ്ധിയിലുള്ളത്, സാഗതി, അതാണ് അവൻ്റെ ഗതിയായിട്ട് മാറുന്നത്. മാനിനെ ചിന്തിച്ച് ചിന്തിച്ച് മരിച്ച ഭരതൻ മാനായി ജനിച്ചു. പക്ഷേ മാനായി ജനിച്ചപ്പോഴും ഭരതൻ ഒരു ഭാഗ്യം കിട്ടി. പണ്ട് ഈ രാജ്യം ഭരിച്ചിരുന്ന ഭരതചക്രവർത്തിയാണ് ഞാനെന്ന ബോധം. ഒരു മാൻകുഞ്ഞിനോടുണ്ടായ സ്നേഹമാണ് തൻ്റെ ഈ മാനായിട്ടുള്ള ജന്മത്തിന് കാരണം എന്ന് ഭരതൻ തിരിച്ചറിഞ്ഞു. അതുകൊണ്ട് അധികകാലം ആ ശരീരം കൊണ്ടു നടന്നില്ല. ഋഷീശ്വരന്മാരുടെ മന്ത്രധ്വനികളൊക്കെ കേട്ടും ഹോമധൂപങ്ങളൊക്കെ അനുഭവിച്ചും നദിയിൽ ചാടി ആ ശരീരം ഉപേക്ഷിച്ചു. 3ാമതും ജനിച്ചു. ഇത്തവണ അങ്കിരസ് ഗോത്രത്തിൽപ്പെട്ടൊരു ബ്രാഹ്മണന്റെ പുത്രനായിട്ട്. പൂർവജന്മത്തിൻ്റെ സ്മരണ ഇപ്പോഴും ഉണ്ട് ഭരതന്. പണ്ട് ഈ രാജ്യം ഭരിച്ച ഭരതനാണെന്നും പിന്നെ മാൻകുഞ്ഞായിട്ട് ജനിച്ചെന്നും ഇത് 3ാമത്തെ ജന്മമാണെന്നും ഭരതൻ അറിയാം. നമുക്ക് ആർക്കും ഈശ്വരൻ തരാത്ത ഒരു സിദ്ധിയ. പൂർവജന്മത്തിൽ നമ്മൾ ആരായിരുന്നോ, എവിടെയായിരുന്നോ നമുക്ക് അറിയാൻ കഴിയുന്നുണ്ടോ? ഇല്ല. ആ ഓർമ്മകളൊക്കെ നശിപ്പിച്ചിട്ടാണ് ഓരോ പുതിയ ജന്മവും ഈശ്വരൻ നമുക്ക് തരല്. ഇവിടെ ഭരതൻ 3ാമത്തെ ജന്മത്തിൽ ഒരു പ്രതിജ്ഞ മനസ്സുകൊണ്ടൊരു തീരുമാനമെടുത്തു. സംസാരത്തിൽ നിന്നാണ് ബന്ധത്തിൻ്റെ തുടക്കം. ബന്ധമാണ് പിന്നെ ഉപേക്ഷിക്കാൻ കഴിയാതെ വീണ്ടും വീണ്ടും ജനിക്കാൻ കാരണമാവുന്നത്. അതുകൊണ്ട് ഈ ജന്മത്തിൽ ആരോടും ഞാൻ സംസാരിക്കില്ല. ആരെന്ത് ചോദിച്ചാലും സംസാരിക്കാതെ ഭരതൻ, ജഡഭരതൻ എന്ന പേരിൽ 3ാമത്തെ ജന്മം. ആ ജന്മത്തിലും ഭരതൻ ഒരുപാട് അനുഭവങ്ങളുണ്ടായി. ആ കാലഘട്ടത്തിൽ
ആ നാട്ടിൽ ഒരു ഇടയപ്രഭുവിന് സന്താനങ്ങളില്ല. ഒരു ജ്യോത്സ്യനെ ചെന്നു കണ്ടു. അദ്ദേഹം പറഞ്ഞു, ഭദ്രകാളി ദേവി വല്ലാതെ കോപിച്ചിരിക്കുന്നു അങ്ങയിൽ. ഒരു നരബലി ചെയ്താൽ മഹാദേവി പ്രീതിപ്പെടും. അതിനെ പറ്റിയ ആളെ അന്വേഷിച്ച് ഈ ഇടയപ്രഭുവിൻ്റെ ഭൃത്യന്മാര് നാടു മുഴുവൻ നടന്ന് ഒടുവിൽ ഈ ജഡഭരതനെ കണ്ടുപിടിച്ചു. രാത്രി ഭദ്രകാളീയാമത്തിൽ ബലിപൂജ ആരംഭിക്കുന്നു. ഭദ്രകാളി ക്ഷേത്രത്തില് മേൽശാന്തി പൂജ ആരംഭിച്ചു. വാദ്യമേളങ്ങളൊക്കെ തുടങ്ങി. ഭരതനെ ഭംഗിയായി കുളിപ്പിച്ച് അലങ്കാരങ്ങളൊക്കെ ചെയ്ത് ചുവന്ന മാല, ചുവന്ന പട്ട്, ചുവന്ന കുറികളൊക്കെ അണിയിച്ച് ബലിപീഠത്തിൽ കൊണ്ടുവന്നിരുത്തി. അവിടെ ബലിപൂജ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ അധർമ്മം കണ്ട് സഹിക്കാൻ കഴിയാതെ ഭദ്രകാളി ദേവി ആർത്തട്ടഹസിച്ച് അലറി വിളിച്ചുകൊണ്ട് ശ്രീകോവിലിൽ നിന്ന് ചാടി പുറത്തേക്ക് വരുന്നു. അധർമ്മം ചെയ്യാൻ തയ്യാറായി നിന്ന പൂജക്കാരനെയും വാദ്യക്കാരനെയും പരികർമ്മിയെയും ഇടയപ്രഭുവിനെയും കൃത്യന്മാരെയും എല്ലാം മഹാദേവി നിഗ്രഹിക്കുന്നു. ശിര കന്തുകലീലയാ, ശിരസ് വെട്ടിയെടുത്തു. കന്തുകലീല, പന്ത് തട്ടുന്നതുപോലെ ദുഷ്ടന്മാരുടെ ശിരസ് തട്ടിക്കളിച്ചു മഹാദേവി. ഭക്തനായ ഭരതന് മഹാദേവി അനുഗ്രഹം കൊടുത്തു മറയുന്നു.